കളിച്ചാലുണ്ട്. അപ്പൊ അഞ്ചര ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, നമ്മൾ കാത്തു മുന്നോട്ട് ഡേ കെയറിൽ പോയി തുടങ്ങുകയാണ്. അപ്പോൾ അവളെങ്കാട്ടും ബുദ്ധിമുട്ട് എനിക്കാട്ടെ. രാവിലെ എഴുന്നേക്കണം എന്നുള്ള ചിന്തയോട് ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു 5:30 എഴുന്നേറ്റ് നോക്കിയപ്പോൾ താപ്പയും മോള് നല്ല ഉറക്കാണ്. പിന്നെ ഞാൻ മെല്ലെ എഴുന്നേറ്റ് പോയി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടി വെക്കുന്നുണ്ട്. വീഡിയോ എടുക്കണോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുടി ചീന്തി കെട്ടി വയ്ക്കുന്നില്ല, ജസ്റ്റ് ടൈറ്റാക്കി കെട്ടി വയ്ക്കുന്നല്ലാതെ മുടി ഈരാറൊന്നുമില്ല കേട്ടോ. ഞാൻ മുടി നല്ല ഭംഗിയിൽ ഈരി വൃത്തിയാക്കിയിട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് എനിക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകുക. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങൾ മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു 5:30 ടൈമിൽ. അപ്പോൾ സാധാരണ ഞങ്ങൾ പ്രാർത്ഥിച്ച് വന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നോട്ട് നമുക്ക് ഉറക്കില്ല, പ്രാർത്ഥിച്ച് നേരെ അടുക്കളയ്ക്ക്. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചോണ്ട് കേട്ടാ വായോ നേരം വൈകിയെന്ന്, കാരണം 5:45 അപ്പോൾ 6 മണിയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടന് വേഗം വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കാത്തുമ്മ, പക്ഷെ കാലത്ത് തന്നെ കാത്തുമ്മനെ കിട്ടാറില്ല കേട്ടോ, അവൾ നല്ല ഉറക്കമായിരിക്കും. പിന്നെ ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ഒന്ന് ഉഷാറാവാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങി എഴുന്നേറ്റ് അപ്പം തന്നെ പല്ല് തേക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതെനിക്ക് കൂടുതൽ പല്ല് കെട്ടിയതിന് ശേഷമായിട്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ആ പല്ല് കെട്ടിയ ടൈമിൽ ഭയങ്കര വായനാറ്റം വരും, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചില്ലെങ്കിൽ. ഞാൻ അപ്പം തന്നെ പോയി പല്ല് തേക്കും, എനിക്ക് അങ്ങനെ ഒരു ശീലം വന്നതാ തോന്നുന്നു. പിന്നെ ഫേസൊക്കെ കഴുകി ഒന്ന് ഉഷാറായിട്ട് നേരെ ഞാൻ ആ കർട്ടനൊക്കെ മാറ്റി. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കി. അവിടെ ഇന്നലെ രാത്രി അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പം അമ്മച്ചി വന്ന് ഒന്നുകൂടി നോക്കിയതാണ്. അത് ഞാൻ നേരെ അടുക്കളയിൽ കയറി. ഇനിയൊരു യുദ്ധം തന്നെയാട്ടാ, സത്യം. എനിക്കൊരു പിടുത്തില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന്. നമ്മൾ സാധാരണ വീട്ടിൽ കറികൾ വെക്കാറുണ്ട്, ഫുഡ് വെക്കാറുണ്ടെങ്കിലും പതുക്കാൻ പോലെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ പറ്റില്ല, കാരണം 9 മണിയാകുമ്പോഴേക്കും ശരിക്കും എല്ലാ പണികളും തീർത്ത് കാത്തുമ്മരെ കാര്യങ്ങൾ നോക്കണം. അപ്പം എനിക്ക് അടുക്കളയത്തെ പണികളൊക്കെ ഒരു 9 മണിയാകുമ്പോഴേക്കും തീർക്കണം. അപ്പം അതിൻ്റെ ഓട്ടപ്പാച്ചലാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു. പിന്നെ ഏട്ടനോട് നാളികേരം വെട്ടിത്തരാൻ പറഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ നാളികേരം വെട്ടറിയില്ല. ചെരുകണ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും, പക്ഷെ നാളികേരം വെട്ട എനിക്കറിയില്ല. അപ്പോൾ അത് ഏട്ടനോട് ചെയ്യിപ്പിച്ചു, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ അവൻ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ചൂടുവെള്ളം വെക്കുന്നുണ്ട്. അതേപോലെ ഇന്നലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുകൂടി തിളപ്പിച്ചിട്ട് ഊറ്റാന്ന് വിചാരിച്ചു. അതേപോലെ ഞാൻ രാത്രി കുടിക്കാൻ വെള്ളം വെച്ചാട്ടോ. അപ്പം ഞാൻ തൽക്കാലം പറക്കി വെക്കുന്നതാണ്, കാരണം എനിക്കിപ്പോൾ പാതിമ്പറ ഫുള്ളും 3 ഗ്യാസ് അടുപ്പ് എനിക്ക് വേണം, ഓരോന്ന് വെക്കാൻ. അപ്പം അവിടെ എനിക്ക് ശല്യത്തിനൊന്നും പാടില്ല. അപ്പം അവിടെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ നാളികേരം ചെരുകുന്നതാണ്. എനിക്കത് വലിയ അറിവൊന്നും പറയാനൊന്നുമില്ല, കാരണം വീട്ടിലുള്ളപ്പോൾ എനിക്കങ്ങനെ നാളികേരം ചെരുകേണ്ട ആവശ്യം വരാറില്ല. ഒന്നിലെ അമ്മ ചെയ്യും, ബാക്കി എന്തെങ്കിലും ഫുഡ് നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചെരുകാന്നല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അത്യാവശ്യങ്ങൾ വരാറില്ല. നാളികേരം ചെരുകാനും വലിയ താല്പര്യമില്ല. അത് എനിക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും ഒന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നാളികേരം ചെരുകാൻ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ അതാ ഫ്രിഡ്ജിലിരിക്കണ മീനും അതേപോലെ നമുക്കിന്ന് കറിക്ക് ആവശ്യമുള്ള തക്കാളി, ബീൻസ്, അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കേട്ടോ. 2 വട്ടം വന്ന് പോകാനുള്ള മടിയിൽ ഒക്കെ ഞാൻ ഒറ്റ ട്രിപ്പ് കൊണ്ടേ എടുത്തിട്ട് ഞാൻ പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുവച്ച് മീൻ വെള്ളത്തിൽ ഇട്ടു. അതേപോലെ തക്കാളി നോക്കിയപ്പോൾ എല്ലാം തക്കാളി വേണം, കുറവാട്ടോ സത്യം പറഞ്ഞാൽ. മീൻകറി, പരിപ്പ് കൂട്ടാൻ, അതേപോലെ തന്നെ ചമ്മന്തി, ഇതിനുള്ള തക്കാളി തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബീൻസിനെ എടുത്തിട്ട് ഇതൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടി മേടിച്ച ബീൻസാണ്, പക്ഷേ ഇന്നലെ അമ്മ ബീൻസും പരിപ്പ് ഇട്ടിട്ട് കറി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാത്തുമ്മയും ചോറുണ്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാത്തുമ്മയ്ക്ക് പരിപ്പ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനാണെങ്കിലും. അപ്പം ബീൻസും കൂടി അപ്പോൾ പച്ചക്കറിയും ചെന്നൂല്ലോ എന്നുള്ള പ്ലാനിലാണ് ഞാൻ ആ കറി വയ്ക്കുന്നത്. അപ്പം ആദ്യം ഞാൻ കറിക്കുള്ള തക്കാളി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ കറിക്ക്, കാരണം ഞാൻ വട്ടലിലാണ് മീൻ കറിക്ക് വേണ്ടി അരിയുക. അങ്ങനെ റൗണ്ട് പോലെ അരിഞ്ഞ് ഇട്ടുന്നുണ്ട് മീൻ കറിക്ക് വേണ്ടിയിട്ട്.
പിന്നെ നമ്മൾ ചമ്മന്തിക്കുള്ള ഞാൻ ആ പാത്രത്തിന് കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചമ്മന്തിക്ക് നമ്മൾ അരക്കാളയല്ല, അതുകൊണ്ട് ചെറുതാക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ബീൻസ് നല്ല കുഞ്ഞിതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അമ്മേരെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചോറ് തിളച്ചപ്പോൾ അത് ഞാൻ വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാട്ടോ ഇത്. എന്താണോ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ കാത്തുമ്മിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അവൾക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താലും ഇഷ്ടമാണ്, കഞ്ഞി കൊടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കഞ്ഞി കൊടുക്കാൻ എന്നിട്ട് എൻ്റെ പ്ലാന്. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള ചോറ് ഞാൻ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ വീണ്ടും വന്നു. ബീൻസൊക്കെ ഞാൻ കുഞ്ഞിതാക്കി നന്നാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൗണ്ട് റൗണ്ട് പോലെ തന്നെ ചെറുതാക്കിയിട്ട് തീരെ വീതിയില്ലാതെ നന്നാക്കി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മളെ കാത്തും എഴുന്നേറ്റ് കേട്ടോ. പിന്നെ അവൾക്ക് പാല് കൊടുത്ത് ഒരു അരമണിക്കൂർ ആ വളർത്ത് എൻ്റെ ടൈം പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ പിള്ളേരിൽ ഇപ്പം ഇങ്ങനെ പ്രശ്നം കൂടി ഉണ്ട്. അപ്പോഴേക്കും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കർക്കിടക മാസമല്ല, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കുളിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് കാത്തുമാരെ കൂടെ കുളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ മാസം ആയതുകൊണ്ട് ഒരു 7 ദിവസമെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള പ്ലാൻ ഉണ്ട്. നടക്കും ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പ്ലാൻ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചത്. ഒന്നാം തീയതി ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഇപ്പോൾ രണ്ടാം തീയതി അതേപോലെ തന്നെ എൻ്റെ പ്ലാനിലൊക്കെ നടക്കുന്നുണ്ട്. ബാക്കി ഞാൻ അറിയില്ല. പിന്നെ അതാ ഞാൻ ഫേസിൽ ചെറുതായിട്ട് സെറൊക്കെ യൂസ് ചെയ്ത് കുങ്കുമിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തോ കുളി കഴിഞ്ഞ് കുങ്കുമിട്ട് കണ്ടാലേ എന്തൊരു ഭംഗി തോന്നുള്ളൂ. അല്ലെങ്കിൽ എന്തൊരു ക്ഷീണം പോലെ എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് ചിലർ പറയും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടാലാണ് വീഡിയോയിൽ നിൽക്കുമെന്ന് കംഫർട്ട് എന്ന്. അതേപോലെ തന്നെ. പിന്നെ ഇതാ ഞാൻ വേഗം പോയി വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. എന്താ പറയുക, എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ അതൊന്നും നടക്കാറില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങി പിന്നെ ഇതിൻ്റെ പിന്നാലെയാണ്. രാത്രി ഫുള്ള് ഇരുന്ന് ഫോട്ടോ എടുക്കുക, കലാപരിപാടികളാണ്. അപ്പോൾ രാവിലെ നോർമലി എഴുന്നേൽക്കാൻ നേരം വൈകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല ദിവസങ്ങളും നമ്മളെ കാര്യങ്ങൾ നടക്കുക. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് ഞാൻ നേരെ എടുത്ത് കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് അത് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയും ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയല്ലേ പച്ചയും മഞ്ഞയും റെഡൊക്കെ കാണാൻ. അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം, മുളകും പൊടി ഇടണം. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു എത്ര ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവ് കുറച്ചാണ് നമ്മളെ കാത്തുമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വെച്ചിട്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. നമ്മൾ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക. അതിലേക്ക് വെന്ത് വന്നു കഴിഞ്ഞാൽ കുക്കർ വിസിലെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് ബീൻസും തക്കാളി ഇട്ട് കൊടുക്കുക. അതെല്ലാം മുളകും പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി തിളച്ച് ആ ബീൻസ് വെന്ത് വരുന്നതായിരിക്കും നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുക. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള പരിപാടി ഞാൻ അടുത്ത് പറഞ്ഞുതരേ. പിന്നെ അതാ ഞാൻ സബോള അരിയുന്നുണ്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള. അതേപോലെ ചുവന്നുള്ളി, നമ്മളെ പരിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളി, മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളി, ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കാണ്. എന്താണോ സബോള തൊലി കളഞ്ഞ അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ. എനിക്ക് കണ്ണ് ഭയങ്കരമായിട്ട് എരിയും. ശരിക്കും പറയാം അമ്മായിമ്മ പോരുണ്ടെങ്കിലാണ് സബോള നന്നാക്കും കണ്ണെരിയ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അമ്മായിമ്മ പോരൊന്നും ഇല്ല. പക്ഷെ എന്തോ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം നന്നായി വരും കേട്ടോ. അതെന്താ കാര്യം നേരെ തിരിച്ചാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം എനിക്ക് കല്യാണം ഇതുവരേക്ക് 3 വർഷമാണ്. ഇതുവരെ എനിക്ക് അമ്മായിമ്മ പോരും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും കണ്ണിൽ നിന്ന് വെള്ളം വരും. പിന്നെ അതാ ഞാൻ വേസ്റ്റ് അപ്പന്നെ കളയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ മടി പിടിക്കും. എനിക്ക് അപ്പം അടുക്കള വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ ആയിരിക്കും. ആകെ അലമ്പായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. നമ്മൾ സബോളയും അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെയാട്ടോ അരിഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ നമ്മൾ ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടി എന്തിനാ അപ്പോൾ വെക്കണം? ചമ്മന്തിക്ക്. എനിക്ക് ഞാൻ മറക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ് ഇന്നെടുത്ത വീഡിയോ, പക്ഷെ എന്നാലും എഡിറ്റ് എനിക്ക് ഞാൻ മറന്നു. അങ്ങനെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സബോള ഇട്ട് കൊടുക്കുക. അതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, നമുക്കറിയാലോ ഏകദേശം, ഉപ്പിട്ടിട്ട് നന്നായി വണക്കിയെടുക്കണം. അപ്പുറത്ത് ഞാൻ മുട്ട പുഴുങ്ങാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. കാരണം മുട്ട കൊണ്ടും പുഴുങ്ങിയിട്ട് അതുകൊണ്ടും കൊടുത്തേക്കാം എന്നുള്ള പ്ലാനിലാണ്. എന്താ കഴിക്കുക എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല.
പിന്നെ അതാ നമുക്ക് പരിപ്പൂട്ടാന് വേണ്ടിയിട്ടുള്ള നാളികേരം അരയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളികേരം ഇട്ടു, അതിലേക്കൊരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചാന്ത് പോലെ അരച്ചെടുക്കണം, നന്നായി അരച്ചെടുക്കുക. അത് നമ്മൾ പാലൊന്നും ഇല്ല, ഈ അരപ്പ് നേരെ ഒഴിക്കുക ചെയ്യും. അപ്പം നന്നായി അരയ്ക്കണം. പിന്നെ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കണം. കുറച്ചൊരു തിളച്ച് സെറ്റാവണം, നമ്മൾ അതിനുള്ള വെള്ളം കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഞാൻ അപ്പുറത്ത് ചമ്മന്തിയും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അങ്ങനെ ചമ്മന്തിയുടെ സബോള വണങ്ങി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പുളി എവിടെ, ഞാൻ സബോള മുളകും പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താണ്. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന്. ഇതും പുളിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, പക്ഷേ തക്കാളി ഇട്ടുണ്ടെങ്കിൽ മതിയാവില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി പുളി ഇടണം. ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് തക്കാളി ഫുള്ള് വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഇളക്കാം. പിന്നെ അതാ നമ്മൾ അരപ്പും കൂടി വെച്ചപ്പോൾ നമ്മൾ പരിപ്പൂട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓഫ് ചെയ്യാം. അതിൽ കുറച്ച് ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് അരയ്ക്കുന്നത് മീൻ കറിക്കുള്ള അരപ്പാട്ടാ. മീൻ കറിക്ക് വെറുതെ നാളികേരപ്പാൽ എടുക്കാണ്ടിട്ട് നാളികേരം അരയ്ക്കുന്നുണ്ട്. ഞാൻ പാലായിട്ടല്ല, നാളികേരം അരച്ചത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലെടുക്കാനുള്ള മടി കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ടൈമില്ല കേട്ടോ. നമ്മൾ ഈ ഓട്ടപ്പാച്ചിലാണ് രാവിലത്തെ. മീൻകറി വെക്കാനായിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളി റൗണ്ടെല്ലാം അരിഞ്ഞ് ഒരു 1.25 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ വലിപ്പം തോന്നിയപ്പോൾ ഞാൻ അതൊന്നുകൂടി ചെറുതാക്കിയതാട്ടാ, ചെറുതാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ പച്ചമുളക് ഇട്ടു, പിന്നെ വിചാരിച്ച് കൈ കൊണ്ട് തിരുമ്പോൾ പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈ എരിഞ്ഞിട്ട് പണ്ടാറ ഇളകുന്നു. അതുകൊണ്ട് ഞാൻ പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തു, 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുടംപുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത്. ഞാൻ നന്നായി കൈ കൊണ്ട് തിരുമ്പി ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പുളി എല്ലാം ഇറങ്ങി സെറ്റാവും. നന്നായി കൈ കൊണ്ട് തിരുമ്പി കൊടുക്കുക. തിരുമ്പി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല തോന്നുന്നു, പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യണ കാണാറുണ്ട്, ഞാനതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അമ്മ എന്തൊക്കെയാണ് ചെയ്യണതെന്നാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചിലരൊക്കെ വീട്ടിൽ അങ്ങനെ ചെയ്യാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതാ കഴുകി വെച്ച് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മീൻ കേരിയാ തോന്നുന്നു, എനിക്കറിയില്ല. മീൻ ഇട്ട് കൊടുത്തു. പിന്നെ കുടംപുള്ളി ഇട്ടു, അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇളക്കി നോക്കിയപ്പോൾ മുളകും പൊടി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ വീണ്ടും ഒരു 1.25 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞിടാം. ഉണ്ടമുളക് ആയതുകൊണ്ട് ഇതും എരിവും ഉണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളകും പൊടി കുറച്ചത്. മീൻകറി ഞാൻ ഏട്ടനൊന്നും വല്ലാതെ കൂട്ടില്ല, പക്ഷെ കാത്തുമ്മയ്ക്ക് മീൻകറിയത്ത് മീൻ കഷ്ണം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മീൻകറി വെക്കുന്നത്. അതുകൊണ്ട് അവളെ എരിവിനനുസരിച്ചാണ് ഞാൻ ഇടുന്നതും. അവൾക്ക് ഭയങ്കര എരിവ് കുറവൊന്നുമല്ല കൊടുക്കുക, പക്ഷെ എന്നാലും കുറച്ചു എന്ന് മാത്രം. പിന്നെ അതാ നമ്മൾ മീൻ വറക്കാൻ വേണ്ടി മസാല പുരട്ടിയാണ്. എല്ലാവരും ഒരുപാട് മസാലകളൊക്കെ ചേർക്കണം, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സാധാരണ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തന്നെയാണ് ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായി പുരട്ടിയിട്ട് മീനിട്ട് നന്നായി പുരട്ടി മാറ്റി വയ്ക്കും. എനിക്കിങ്ങനെ മീൻ വറുക്കുന്നതാണ് ഒന്നും കൂടി ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്ക് ഇതിലങ്ങനെ ഇഞ്ചി ചുവന്നുള്ളി ഇതൊന്നും ചതച്ചിടണേലൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ. ഏറെ എന്നാൽ കറിവേപ്പില ഇട്ട് കൊടുക്കും, അത്ര തന്നെ, അതിനും കൂടുതൽ ഞാൻ ചെയ്യാറില്ല. പിന്നെ അതാ നമ്മളെ ചമ്മന്തിയുടെ സബോളയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടോ. ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലേ, ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ സാമ്പാറോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചമ്മന്തിയാണിത്. അത് നമ്മളെ കാത്തുമ്പോൾ വീണ്ടും എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പാൽ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. എഴുന്നേറ്റ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, ഭയങ്കര വാശിയാണ്. ഞാൻ വേഗം പോയി പാൽ കൊടുക്കുക ചെയ്ത്. പിന്നെ അതാ നമ്മളെ മീൻകറി ഏകദേശം വറ്റി വന്നപ്പോഴേക്കും നാളികേര പാലും കൂടി ഒഴിച്ചു. അത് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം, എന്നാലാണ് നമ്മളെ മീൻകറി റെഡി ആവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് മീൻ വറക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോഴേന്നെ ഒരു പിടി ടൈം ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പൂട്ടാൻ വറുത്ത് കോരി ഒഴിച്ചു, പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാധാരണ കടുക് ഉലുവ മുളക് വറുത്ത് കോരി ഒഴിച്ചു. പിന്നെ അതാ ഞാൻ ഇത് ചോറിന് വേണ്ടിയിട്ടുള്ള നാളികേര ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകും ചുവന്നുള്ളിയും ബാക്കിയൊന്നൊരു പകുതി തക്കാളിയും
എണ്ണയിലിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അത് നേരെ മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്ര സ്പീഡിൽ ഇങ്ങനെ പണികൾ ചെയ്യുന്നത്. ഒക്കെ പതുക്കും പോലെ എന്നിട്ട് അത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും, അത് കഴിച്ചതിൻ്റെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഇതിപ്പോൾ ഒക്കെ ഒറ്റയടിക്കാണേ. അപ്പം എനിക്ക് ആകെ അയ്യോ എന്താ പറയുക, ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ ഒരുവിധമൊക്കെ റെഡി ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതാ നമ്മൾ പരിപ്പൂട്ടാന്ന് ഞാൻ പാത്രത്തിൽ മാറ്റിയപ്പോൾ അതിന് കുറച്ച് നമ്മൾ കാത്തുമിക്ക് കൊണ്ടുപോകാനുള്ളത് ഞാൻ വേറെ ചെറിയ കോപ്പയിലേക്ക് മാറ്റിയിട്ടാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടുണ്ടെങ്കിൽ നാശമാവുമല്ലോ. അപ്പം ഞാനത് വേറെ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഓയ് കാത്തുമ്മ വന്നു. പിന്നെ അതാ മീനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണ് എല്ലായിടത്തും വരണല്ലോ. ആ പൂച്ചോ നമ്മളെ കാത്തുമ്മ വന്നാട്ടാ. ഇത്ര നേരം അപ്പരോടെ പുറത്തായിരുന്നു. ഇപ്പോൾ അവൾ വാശി പിടിച്ചിട്ടായിട്ടും കൊടുന്നതാട്ടാ. പിന്നെ അതാ എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം മോറി സെറ്റാക്കുന്നുണ്ട്. അയ്യോ എന്തായിരുന്നു പണിയെന്ന് വെച്ചിട്ടാ. ഇനി എന്നും ഇങ്ങനെയാണെന്ന് ആലോചിക്കും തല കറങ്ങുക. പിന്നെ ചോറൊക്കെ ഞാൻ കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒന്നായിട്ട് ഫുള്ളും പണിയായിരുന്നു. എന്നും ഒരുപാട് അമ്മമാർ ചെയ്യണ കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇത്ര വലിയ പണിയാണെന്ന് മനസ്സിലാവുക. പിന്നെ എന്താ മീൻ വറുത്തൊക്കെ ഞാൻ മാറ്റി. ഇതൊക്കെ ഞാൻ എടുത്തിട്ട് മേശമ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് അവൾക്ക് ആവശ്യത്തിലുള്ള മാത്രമേ ചെയ്യണുള്ളൂ. ഓക്കെ, ഒമ്പോടിച്ചോ കാത്തോടെ വർത്താനം പറയാതാ. പിന്നെ ഇതാ ഞാൻ അവൾക്ക് വേണ്ടി കുഞ്ഞു ദോശകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുട്ടി ദോശ വലുതുണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ടുണ്ട് വെച്ചാൽ ഞാൻ കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് ആദ്യത്തെ ദിവസം അതിൻ്റെ അവൾ വല്ലാതെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു കേട്ടോ. അവൾ ഫ്രൂട്ട്സും നട്ട്സ് തന്നെയാണ് മെയിനായിട്ട് കഴിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെ കാത്തുമ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ ഇനി നമ്മൾ ഉറക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഒരു 8:45 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ എഴുന്നേക്ക് ടൈം ആയതുകൊണ്ട് ഞാൻ ഏട്ടനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നമ്മളെ കാത്തുമ്മനും എഴുന്നേൽപ്പിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കുക കേട്ടോ. അല്ലെങ്കിൽ അവൾ കരഞ്ഞോണ്ടേ ഇരിക്കും ഉമ്മ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയൊക്കെ കൊടുത്ത് അവളെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം അതാ പക്ഷെ മൂപ്പർക്ക് എന്തൊരു ശീലക്കേടുണ്ട്. അവൾക്ക് അറിയുന്നുണ്ടാവും ഞാനിങ്ങനെ ഓരോ സെറ്റ് ചെയ്യുമ്പോൾ അതെന്തെങ്കിലും ഒരു പണിക്കുള്ളതെന്ന് മനസ്സിലായിണ്ടാവും. അതുകൊണ്ടായിരിക്കും ഭയങ്കര ശീലക്കേടായിരുന്നു. അല്ലെങ്കിൽ മൂപ്പര് എഴുന്നേറ്റ് വന്ന് ടി വിയിൽ പാട്ടൊക്കെ വെച്ചെടുത്ത് അങ്ങനെ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഇരിക്കണമെന്നില്ല. എൻ്റെ കൂടെ ഒക്കെ തന്നെയായിരുന്നു. അതിനതാ ഞാൻ ദോശയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് മൊരിയിക്കണമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉണങ്ങിപ്പോയാലെന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത്. അതൊക്കെ മതി. ഞാൻ ചോദിക്കുന്നുണ്ട് കാത്തിന് എന്താ വേണ്ട ചോദിക്കുമ്പോൾ അവൾക്ക് മുട്ട മതി, ഇത്ര വേറെ ഒന്നും വേണ്ട. ഞാൻ മുട്ട അവിടെ പുഴുങ്ങി വെച്ചത് അവൾ കണ്ടു. അപ്പോൾ അവൾക്ക് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള മൈൻഡ് എനിക്ക്. വിശക്കരുത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കണുള്ളൂ. പിന്നെ അതാ വീണ്ടും ദോശ ഒരു സെറ്റ് കൊണ്ട് ഉണ്ടാക്കി. അതിലും നന്നായി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കുന്ന ഒരു ദോശയാണെങ്കിലും അത് ദേഹത്ത് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ട. അപ്പോൾ ദോശയും ഈ സെറ്റും ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കുഞ്ഞു ദോശയാണ്. പക്ഷെ എനിക്ക് ഇത്ര കട്ടിയുള്ള ദോശ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കാത്തുമ്മയ്ക്ക് ഞാൻ ഉണങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ സാധാരണ നല്ല കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കുള്ളൂ. എനിക്ക് കട്ടി ദോശ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പിന്നെ അതാ ഒരു കൊട്ടയ്ക്ക് പാത്രം എനിക്ക് കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നേരം പോയി ടൈം ആയതുകൊണ്ട് ഏട്ടൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പൊന്നെ നേരം വൈകി മതിയെന്ന്. പക്ഷെ ഇങ്ങനെ കിടന്നിട്ട് പോയി ഞാൻ എനിക്ക് ആകെ സങ്കടമായിരിക്കും. എനിക്ക് അല്ലെങ്കിലേ കാത്തു പോകണ ടെൻഷൻ. അതിൻ്റെ ഇടയിൽ ഇതും കൂടി കണ്ട് എൻ്റെ മൂഡ് ഫുള്ളും പോട്ടാ. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഫുള്ളും എന്തെങ്കിലും പണിയിൽ ശ്രദ്ധ കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ആലോചിക്കില്ലല്ലോ. നമ്മളെ പണിയുടെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലും അതാണ് ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളും ചെയ്തിരിക്കുന്നത്. പിന്നെ അതാ നമ്മളെ കോഴിമുട്ട പുഴുങ്ങിയത് ഞാൻ തൊലി കളഞ്ഞ് എൻ്റെ വേസ്റ്റൊക്കെ കളയുന്നുണ്ട്. പിന്നെ അതാ കാത്തുമ്മയ്ക്ക് സ്നാക്സിൽ ഒന്നുകൂടി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാമ്പഴം ഡ്രാഗൺ ഫ്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാമ്പഴം അവൾക്ക് ഇഷ്ടമാണ്. സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് അവൾ കഴിക്കാറുണ്ട്. പക്ഷെ വൈറ്റാണ് അവൾ കഴിക്കാറ് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ റെഡാണ് മേടിച്ചത്. അത് കുട്ടിക്ക് ആ റെഡിൻ്റെ കൈമയ്ക്കൊക്കെ അതിൻ്റെ കളർ വന്ന് കണ്ടപ്പോൾ ആൾക്ക് ആകെ പേടിയായിരുന്നു. എന്തോ ചോര എന്നൊക്കെ കൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഡേ കെയറിന്ന് കഴിച്ചിട്ടുണ്ടോ തോന്നുന്നു. അത് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവളത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അവൾ കഴിച്ചില്ല കേട്ടോ. ഞാൻ അവൾക്ക് കൊടുത്തപ്പോഴും അവള് അമ്മ ചോര എന്നൊക്കെയാണ് പറഞ്ഞത്. കുട്ടി പേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ കഴിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. കാത്തൊരു ചോരയല്ല കഴിച്ചോ പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്.
പക്ഷെ ഉണ്ണിക്ക് പേടിയായിരുന്നു. എനിക്കെന്നെ കാണുമ്പോൾ പേടി, അത്രയും ചുമപ്പ് കളറായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് കാണിച്ചു കൊടുത്തു, പക്ഷെ കാര്യം ഉണ്ടായില്ല. ചോരാന്നുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി. പിന്നെ അവൾക്ക് മാമ്പഴം ഞാൻ കൊടുത്തു, അത് അവൾ കഴിച്ചു. ആ കുട്ടിക്ക് ചോറ് ദോശ ഇതിനോണ്ട് വലിയ താല്പര്യമില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം കോഴിമുട്ട, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറി, അണ്ടിപ്പരിപ്പ്, ബദാം ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിക്കുള്ളൂ. ചോറൊന്നും വല്ലാതെ കഴിക്കാറില്ല കേട്ടോ. കോഴിമുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ടച്ചിങ്സ് ആയിട്ട് ആൾക്ക് ചമ്മന്തി ആയിരുന്നു കേട്ടോ ആവശ്യം, അപ്പോൾ ചമ്മന്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കുള്ള ബദാമും അണ്ടിപ്പരിപ്പൊക്കെ തൊലി കളഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പിസ്തയാ, ബദാം അല്ല പിസ്തയാട്ടാ. പിന്നെ നമ്മൾ കാത്തുവയ്ക്ക് എന്തൊക്കെയുള്ള ഫുഡ് ഇതൊക്കെയായിരുന്നു. ചോറ്, പരിപ്പ് കൂട്ടാൻ, ദോശ, ചമ്മന്തി. ഇന്ന് കുറച്ച് ആർഭാടായിട്ടാണ്. ഇത്രക്കൊന്നും ആൾക്ക് ആവശ്യമില്ല കേട്ടോ. അവളിത് ഫുള്ളും കഴിക്കണമെന്നില്ല. നമ്മളെ കാത്തുമ്മനെ അറിയാമല്ലോ, അവൾക്ക് ഫുഡിൽ ഭയങ്കര പിന്നോക്കാണ്. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന്, ഞാനില്ലാതെ ആദ്യത്തെ ദിവസമല്ല, അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ആ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ അവൾക്ക് ഓരോന്നാക്കി കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു കോഴിമുട്ടയുടെ വൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ചമ്മന്തി, അവൾക്ക് തക്കാളി ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അപ്പയെ പോലെ, അതുകൊണ്ട് ഞാൻ അത് കുറച്ച് അധികം ആക്കുന്നുണ്ട്. അതവൾ ഒറ്റയ്ക്കാണെങ്കിൽ നക്കി കഴിച്ചോളും. അങ്ങനെ രാവിലത്തുള്ള ഫുഡൊന്ന് മാറ്റി വെച്ചു. പിന്നെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമുക്ക് ചോറാട്ടോ, ചോറാക്കിയിട്ടുണ്ട്. ഇനി വല്ല വെറൈറ്റി റൈസൊക്കെ ആക്കി കൊടുക്കണം. ആൾക്ക് ചോറും പരിപ്പ് കൂട്ടാൻ ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതാക്കിയത്. പിന്നെ കറിയിൽ ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ആട്ടോ. അവൾക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മീൻ, അത് കറി വെച്ച മീനും ഞാൻ ആക്കുന്നുണ്ട്, വറുത്ത മീനൊന്നും ആക്കുന്നുണ്ട്. ഞാനൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മുള്ളില്ലാത്ത വശം നോക്കിയിട്ടേ. അതുപോലെ ഈ ചമ്മന്തി ഞെട്ടക്കാത്തു രാവിലെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താണാവോ, നമ്മൾ ആത്മാർത്ഥത്തോടുകൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് പോകും, പക്ഷെ കാണിച്ചു കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും ചെയ്യും. അങ്ങനെ എന്താ നമ്മളതൊക്കെ അടച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തു, അത് വീഡിയോയിൽ എടുത്തില്ലേ, എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മാമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആൾ എത്രത്തോളം കഴിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കളർ കണ്ടപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു അവൾ കഴിക്കുമെന്ന്. പക്ഷെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിനൊപ്പം അങ്ങനെ കഴിച്ചു പോയതായിരിക്കും, മൂപ്പര് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഐറ്റംസ് അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പിസ്ത കുറച്ചാക്കിയിട്ടുണ്ട്, അതേപോലെ അണ്ടിപ്പരിപ്പും കുറച്ചാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചധികം ആക്കുന്നത് അവൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അത് ഞാൻ കുറച്ചും കൂടി കൂടുതലാക്കിയത്. എന്താണ് അവൾ കഴിക്കാന്ന് നമുക്കൊരു പിടുത്തമില്ലല്ലോ. അവൾ ഇതുവരെ ഇങ്ങനെ മാറ്റി നിർത്താത്തതാണ് എനിക്കറിയില്ല. പിന്നെ ഞാൻ 2 ബോട്ടിൽ വെള്ളമാക്കി കൊടുത്തേക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ബോട്ടിലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എനിക്കൊരു പേടി, ഉണ്ണിക്ക് വെള്ളം ദാഹിച്ചാലോ വെള്ളം മതിയായില്ലെങ്കിലോ എന്നുള്ള എൻ്റെ ഒരു പേടിയിൽ ഞാൻ 2 ബോട്ടിലാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവൾ റിട്ടേൺ കൊണ്ടുവരില്ല. അവൾ താങ്ങി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ആളെ പോയി കൊണ്ടുവരുമ്പോൾ നമ്മൾ പൊക്കിയ മതിയല്ലോ എന്നുള്ള മൈൻഡിൽ അതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാത്തുമ്മരെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചു കേട്ടോ, ഉണ്ണികളെ സ്കൂളിൽ കൊണ്ടാക്കി, നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല ടൈമിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ പറഞ്ഞു, ഉണ്ണിനെ ഡേ കെയറിൽ വിട്ടയച്ചിട്ട് വിളിക്കും, അപ്പം ഞങ്ങൾ വരാം, അല്ലാതെ ഞങ്ങൾ വരുന്നില്ല. കാത്തുമ്മനെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാവും എന്നിട്ട് ഭയങ്കര സെൻറ്റി ആയിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും അവർ ഭയങ്കര ടെൻഷനായിരുന്നു കാത്തുമ്മനെ വിട്ടേക്കണേന്. പിന്നെ അവൾക്ക് ആവശ്യമുള്ള ടിഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാഗിൽ ഞാൻ ഒരു 5-6 പാമ്പേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളെങ്കിലും എനിക്കൊരു പേടിയാണ്, ഞാൻ ഒന്നിലും കുറവാക്കില്ല, അപ്പോൾ കൂടുതലേ വെക്കുള്ളൂ. കൂടിയാലും കുഴപ്പമില്ല, കുറയണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഏട്ടൻ കാത്തുമ്മനെ കുളിപ്പിച്ച് തന്നു. ഏട്ടനാണ് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ രാവിലെ നേരത്തെ കുളിച്ചല്ലോ. പിന്നെ നമ്മളെ കാത്തുമ്മനെ മേത്ത് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൂപ്പർ എന്നോട് ഡ്രസ്സ് സെലക്ട് ചെയ്തു കിട്ടും, പക്ഷെ അത് എൻ്റെ തെറ്റായിരുന്നു. ഞാൻ വിചാരിച്ച ഉടുപ്പ് ഇടിയിക്കാം, ടൈറ്റുള്ള ഇടിയിക്കേണ്ട കുറച്ച് ലൂസായുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇതിട്ട് കൊടുത്തു. പക്ഷെ മൂപ്പരിക്കാണ്ട് ഇത് പറ്റിയില്ല. മൂപ്പര് സെലക്ട് ചെയ്തത് മറ്റൊരു ഡ്രസ്സല്ലേ. പിന്നെ ഭയങ്കര കരച്ചിലായി, വാശിയായി. അത് ഞാൻ ഊരിയിട്ട് വീണ്ടും അവൾ ഏതാണോ തീരുമാനിച്ചത് അതന്നെ ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അമ്മയുടെ മോള്, അമ്മ ഒന്ന് തീരുമാനിച്ച് അതേ അമ്മ നടത്തുള്ളൂ. അപ്പം ആ സ്വഭാവം മോൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അച്ഛനും ആ ഒരു കാര്യത്തിൽ മോശക്കാരനല്ല കേട്ടാ. അത് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് അയിലിച്ചത് നിങ്ങൾ നടത്തണം, അതിന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ മൂപ്പർക്ക് കഷ്ടപ്പെടാൻ അറിയില്ല, വാശി പിടിക്കാൻ അറിയുള്ളൂ. അപ്പോൾ ആൾ വാശി പിടിച്ച് അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ബാഗിൽ ഡ്രസ്സും കൂടിയൊക്കെ വെച്ചു. അതേപോലെ തന്നെ ഒരു ടവൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഒരു കവറും വെച്ച് കൊടുക്കുന്നുണ്ട്.
ടവൽ അവളെ വല്ല മുഖത്താക്കിയാലോന്ന് വെച്ചിട്ടാണ് ഞാൻ ടവൽ വെച്ച് കൊടുത്തത്. പിന്നെ അതാ മുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ സാധാരണ അവൾ മുടി കെട്ടാൻ നിന്ന് തരാറുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പക്ഷെ കണ്ണിലും ഞാൻ കുറേ വട്ടേലി പക്ഷേ പറയണു എന്താണോ പക്ഷെ ഇന്ന് വീണ്ടും പക്ഷെ വന്നു. എന്താപ്പത് എന്തിലാട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ മുടി കെട്ടിയെടുക്കുന്നു. ഡേ കെയറിൽ പോകുമ്പോൾ ഞാൻ കണ്ണിലേക്കും മൂക്കിലേക്കും വായിലൊക്കെ മുടി പോയിട്ട് ഛർദിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഞാൻ നല്ല കെട്ടി കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കമൻറ്റ് വരാണ്ട് ഒരുപാട് ടൈറ്റ് ആക്കല്. നമ്മൾ അത്ര ടൈറ്റ് ആക്കാറൊന്നുമില്ല, ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നതാട്ടാ. പിന്നെ മുടിയൊക്കെ കെട്ടി കൊടുത്തു. അവളെ ബോട്ടിൽ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തേട്ടെ ഇട്ടോ അതുകൊണ്ടെങ്കിൽ ബാഗൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് സമ്മതിച്ചൊന്നുമില്ല, വാശിയായിരുന്നു. ഇടാനൊക്കെ സമ്മതിച്ചു. പിന്നെ മൂപ്പര് അതന്നെ ഊരിയിട്ടു കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് പോയിട്ട് മുടിയൊക്കെ ഒന്ന് എരിയോ ചുരിദാർ എടുത്തിട്ടു. എനിക്കല്ലാതെ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്ര നേരത്തെ എഴുന്നേറ്റാലും ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഓട്ടപ്പാച്ചില. അമ്മ എന്നോട് പറയാറുണ്ട് എത്ര നേരത്തെ എഴുന്നേറ്റാലും ടൈമില്ലാത്ത പോലെയാന്ന്. അതെന്താ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ അമ്മമാർ പണ്ട് പറയണ കാര്യം നമ്മളൊരു അമ്മയാകുമ്പോഴായിരിക്കും ആ കാര്യങ്ങൾ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ താഴെ ഞങ്ങൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. നല്ല മഴയാട്ടെന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൊടയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്താ. ഉക്കുളി പോയല്ലേ നമ്മള് എല്ലാവരോടും പ്രാർത്ഥിക്കണം നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരാ പറഞ്ഞേ. കാത്തു പറയ്, കുട്ടി ബിസിയാണ്. അതാണ് നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളല്ല, ഡേ കെയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാത്തുവാ ബാക്കില്ലേ അവിടെ എന്തെല്ലാം അവിടെ എത്തിയിട്ട് കാണാട്ടാ. നമ്മൾ വഴിയിലേക്ക് കടന്നു. ബൈ ബൈ. ചെല്ല് കാണിട്ട് കുഞ്ഞു പറ്റുക. ഇങ്ങനെ അയ്യോ എങ്ങനെയാത്തോ അയ്യോ കാണാൻ. കളിച്ചാലുണ്ട്. അപ്പൊ അഞ്ചരാ അവിടെ എത്തിയപ്പോ മൂപ്പര് ഏട്ടന്റെ കാലിലും പിടിച്ച് നിക്കായിരുന്നു. പിന്നെ ഒരു വിധം കഴിഞ്ഞപ്പോ അവള് കളിക്കാനൊക്കെ പോയിട്ടാ. കൊണ്ടിരുത്തിണ്ട്. ഇനി എന്താവുന്ന ഇപ്പൊ വിളി വരും ഒരു അരമണിക്കൂറിനുള്ള അറിയാം. ഇരുത്തിയപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചേരം ഒന്ന് ബേബിയുടെ കൈ പിടിച്ച് നടന്നെങ്കിലും പിന്നെ അവിടെ ഇരുന്ന് ശ്രദ്ധ കിട്ടപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ വരണമായിരിക്കും കരഞ്ഞിട്ടൊന്നുമില്ല മൂപ്പര്. ഇനി എന്താവുന്ന അറിയില്ല. പക്ഷെ ഞങ്ങൾ കുറച്ചൊരു 10 മിനിറ്റ് പുറത്തൊന്നുമില്ലേ, ഒരു 10 മിനിറ്റ് പുറത്തൊന്ന് നോക്കി. വല്ല കരച്ചിലുണ്ടാ എന്താ അവസ്ഥ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് തലവേദന, എനിക്ക് ഭയങ്കര തലവേദന. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടല്ലേ? ഭയങ്കര തലവേദന, ടെൻഷൻ അടിച്ചിട്ട്. അവളെ മുന്നേ ചില വിഷമം പറയാൻ പോലും സംഭവിച്ചെന്നില്ല. അപ്പോഴേക്കും എനിക്ക് ചെയ്തിട്ട് കുട്ടി ഇത് കേട്ട് കരയില്ല, കുട്ടിക്ക് വിഷമാവില്ല പറഞ്ഞിട്ട് ആളാക്കുമ്പോഴും ആളാക്കിയാണ്. ആള് ചെറിച്ച് കുട്ടികളുടെ കൂടെ ഉള്ളൊരു മൈൻഡാണ്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമ്മൾ പോന്നു. ഇന്ന് അവൾ ഒറ്റയ്ക്ക് വീട്ടിലെത്തുമ്പോഴുള്ള അവസ്ഥയാണ് നമുക്കറിയാത്തത്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് കാത്തുനെ കൊണ്ടാക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടെ. ഞങ്ങള് എവിടെ പോവാണെങ്കിലും അവള് ഞങ്ങളെ കൂടെ ഉണ്ടാവും. മറ്റുള്ളവരെ പോലെ വീട്ടിലാക്കിയിട്ട് അച്ഛനും അമ്മയും നോക്കിക്കോ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. വർക്കിന് പോയിട്ട് അവള് കരഞ്ഞു തന്നെ തിരിച്ചു വരെ വന്നിട്ടുണ്ട്. ഏകദേശം 42 കിലോമീറ്റർ പോയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട്. അങ്ങനെ വരെ നമ്മള് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും നമ്മുടെ ലൈഫിലില്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്ന് സെറ്റ് ആവണം. അവളിപ്പോ ഞങ്ങളുടെ അടുത്ത് മാത്രം ഡിപ്പെൻഡ് ആയി നിക്കുക.
അതൊന്ന് മാറി എല്ലാരായിട്ടും ബിംഗിളാവണം. അപ്പൊ ഇനി പഠിക്കാൻ പോണ്ട ടൈമുകളാവല്ലേ. വർക്കാണ് നമ്മള് തുടങ്ങി ബിസിനസ് നന്നാക്കാനാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവളൊരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുത്. എല്ലാ കുട്ടികളും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ബിസി ആകുമ്പോൾ നമ്മളെല്ലാം കുട്ടികൾക്കും ഫോൺ കൊടുത്തിട്ട് അവരെ അവിടെ ഇരുത്തി നമ്മൾ ഓരോന്ന് ചെയ്യും. അങ്ങനെ അവൾക്കൊരു ഫോൺ കൊടുത്തിട്ട് നമ്മൾ ഒന്നിലേക്കും ഇറങ്ങണ്ട എന്നുള്ള മൈൻഡിലാണ്. അവിടെ ബൾ കളിക്കും, കുട്ടികളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവൾ അവിടെ ഹാപ്പി ആയിരിക്കും. 2-3 ദിവസത്തെ ഒരു വിഷമം, അത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അങ്ങനെ പല കാര്യം ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഡേ കെയറിലാക്കാനുള്ള തീരുമാനം എടുത്തത്. അല്ല ഞങ്ങൾക്ക് സൂചിക്കാനായിട്ടില്ല. ഇപ്പം ഈ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും ഞങ്ങൾ കഷ്ടപ്പെടുന്നതും ഞങ്ങൾ ഉണ്ടാക്കുന്നതും ഞങ്ങളെ മോൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല. ഒരുപാട് കാശോടെ അച്ഛനായിക്കോട്ടെ ഫ്രണ്ട്സുകളുടെ കൂടെ പോയി ദൂരത്തടിക്കുക, ഞാനായിക്കോട്ടെ, അങ്ങനെയല്ലോ ഞങ്ങളെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും, എൻജോയ് ചെയ്യും, ആവശ്യത്തിൽ കാശൊക്കെ ചിലവാക്കിയാലും. ഞാൻ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ആൾ അപ്പുറപ്പുറം പോയിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ല. ഞങ്ങളെ മോളെ എപ്പോഴും ആലോചിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പെണ്ണ് പറഞ്ഞു ആൾക്കൊരു കുട്ടിയുണ്ട്, കാത്തുൻ്റെ ചെറുതോ വലുതോ അങ്ങനെ എന്തോ ഉണ്ട്, കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ്. ആൾക്ക് ചിലപ്പോൾ കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, മോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞങ്ങളവളെ ഫോൺ പോലും ഇതുവരെ ആൾക്ക് ഈ 1.25 വയസ്സ് വരെ ഫോൺ പോലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇനിയാണ് അവളെ കൂടെ ഇരുന്ന് കളിച്ചും പിടിച്ചും. ഞങ്ങൾ ഒരു നേരം പട്ടിണി കിടന്നാൽ പോലും അവളെ കൂടെ ഇരുന്ന് കളിച്ച് അവളെ നിർത്തിയിട്ടുള്ളൂ. അത് അതുകൊണ്ട് തന്നെയാണ് അത് വണ്ടി ഇതാക്കിയാലാവുള്ളൂ. ഇതുവരെ അവളെ കയ്യിൽ ഫോൺ എത്താത്ത ഒറ്റ കാരണമാണ് നമ്മള് ബിസി ആക്കാൻ നിക്കാതെ, അല്ല നമ്മള് അവളെ ഫ്രീ ആയിട്ട് വിട്ടില്ല. അവളെ ഞങ്ങൾക്ക് ഫോൺ കളിക്കാൻ ഞങ്ങളെ സുഹൃത്തിന് വേണ്ടിട്ട് അവളെ ഫോൺ എടുത്ത് കൊടുത്തിട്ടില്ല. ഞങ്ങളെ ഫോണില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളിൽ ദിവസം അയച്ച് 3 ഫോൺ ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾ അവൾക്കൊന്നും കൊടുത്തിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറില്ല. ഞങ്ങൾ അവളെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാറ് തന്നെയാണ് പതിവ്. ഇപ്പം ഞങ്ങൾ വർക്കിന് ഇറങ്ങുക, ഞങ്ങൾ പകലൊരു കുണുക്കനുണ്ടെങ്കിൽ സ്കൂളിൽ പോയി ഒരു 10 മണി തൊട്ട് തുടങ്ങി ഒരു 3 മണി 4 മണി വരെയൊക്കെ കൊറിയർ അയക്കലും മെസ്സേജ് അയക്കലും അങ്ങനെ ഫുൾ തിരക്കായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവൾ വാശി പിടിക്കുകയായിരിക്കും. അപ്പോൾ ആ വാശി നിർത്താൻ വേണ്ടിയിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട്, വാശി നിർത്താൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ട. കാത്തുമ്മനെ ഞങ്ങൾ നോക്കുക, അവൾ സേഫായ ഒരു സ്ഥലത്തിരിക്കുക. അവൾക്ക് അപ്പോൾ നേരത്തിന് ഫുഡ് കൊടുക്കാനാണെങ്കിലും പലപ്പോഴും എനിക്ക് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. രാവിലെ ഫുഡ് കഴിക്കാതെയും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത തല കറങ്ങി വന്നിട്ട് കൊറിയർ അയച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച നിമിഷങ്ങളുണ്ട്. അപ്പോൾ ആ ടൈമിൽ കാത്തും അതേപോലെ പട്ടിണി എടുക്കേണ്ട അവസ്ഥ വരിക. ഇപ്പോൾ രാവിലെ അവൾക്ക് ഫുഡ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അവർക്ക് ടൈമിന് അവർ ഫുഡ് കൊടുത്തോളും. അപ്പോൾ ഒരിക്കലും ആൾക്ക് പൊട്ടയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളൊരു കാര്യം ചെയ്യുന്നത്. ഒരച്ഛനമ്മമാരും സ്വന്തം മക്കൾക്ക് വേണ്ടി പൊട്ട കാര്യങ്ങൾ ചെയ്യില്ല, അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുക. അത് മറ്റാരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്കറിയാം നമ്മളെ മോളെ നല്ലത് എന്താണ്, അതല്ല ആ പെൺകുട്ടിക്കറിയാം ആ പെൺകുട്ടിയുടെ മോൾക്ക് നല്ലത് എന്താണോ അതാണ് ആ ആൾ ചെയ്യുക. അതല്ല എൻ്റെ മോൾക്ക് എന്താണ് നല്ലതെന്ന് ഞങ്ങൾക്കറിയാം, അത് തന്നെയാണ് ഞങ്ങളും ചെയ്യുക. എന്തായാലും ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും ആൾക്ക് സൂഹിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കുട്ടീനെ എവിടെയും കൊണ്ടാക്കണമെന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മറ്റൊരാൾ കൊണ്ടാക്കുമ്പോൾ ആരും മൈൻഡ് വരുന്നത്. എല്ലാവരും ഇയാളെ പോലെയല്ല. ഒരുപാട് സ്നേഹം കൊണ്ട് പറയണവരുണ്ട് കേട്ടോ, 2 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരേ ഉണ്ണിനെ കൊണ്ടാക്കുന്നത്. അപ്പം അവരോട് നമ്മൾ സ്നേഹം കൊണ്ട് പറയാണ്, അവളെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരു നിമിഷം നമ്മൾ ശ്രദ്ധ തെറ്റുമ്പോൾ ആൾ വീഴാനോ, നമ്മൾ കിടക്കുമ്പോൾ ഇരുത്തിയിട്ട് നമ്മളെല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ വല്ല കൊറിയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ തെറ്റിയാൽ വീഴുമോ എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടി നമുക്ക് നല്ല നിലയ്ക്കുണ്ട്. ആദ്യം വീട്ടിലേക്കൊരു പണിക്കൊരു ചേച്ചീനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും അവൾ. അപ്പം അതിനും ബെസ്റ്റ് അവളിങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കളിക്കുകയാണ്, അല്ലാതെ കുട്ടീനെ അടിക്കാനോ പിടിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 3 നേരം ഫുഡ് കഴിക്കുക, അവളെ കളിക്കുക, ഇതാണ് അവൾക്ക് ആകെ ഒരു പരിപാടി ഉള്ളത്. അവൾ ഹാപ്പി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കുറച്ച് ദിവസത്തെ ഒരു വിഷമം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് മാക്സിമം ഒരു 3 മണി വരെയൊക്കെയാണ് അവളവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള ടൈം ഫുള്ള് നമ്മളടുത്താണ്. നെഗറ്റീവ് പറയുന്നവരെന്തായാലും പറയും, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് അവളെ കൊണ്ടാക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ മോളെ നോക്കി അവളെ മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് കാശുണ്ടാവില്ല. നമുക്ക് കാശുണ്ടായിട്ട് നമ്മൾ തന്നെ ഇറങ്ങണം, പണിയെടുക്കണം.
ഞാനും ഏട്ടനും അവൾക്ക് വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഈ നേരം ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കാത്തുമാരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക എന്നുള്ള മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ. ഞാൻ ഏട്ടന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കട്ടെ, ബാക്കിയുള്ള വിശേഷം കാര്യം കാണാം. അപ്പം അമ്മയും അച്ഛനും ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ അടുത്ത കൊറിയർ വന്നിട്ടുണ്ട് സാരിയുടെ. അപ്പോൾ അതേട്ടൻ കൊണ്ടുപോകട്ടെ. ഞാൻ കുറച്ച് മുക്കുറ്റി പൊട്ടിച്ചിട്ടുണ്ട് കുറി തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറിയൊക്കെ തൊടാനായിട്ട് ഞാൻ മുക്കുറ്റി പൊട്ടിക്കാട്ടോ. മുക്കുറ്റി എന്ന് തന്നെയല്ലേ പറയുക. അപ്പം അത് പൊട്ടിക്കുന്നുണ്ട്. എനിക്കിത് കറക്റ്റ് എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മോട് ചോദിച്ചറിഞ്ഞു. അപ്പം നമുക്ക് നാളെ തൊട്ട് നല്ല കട്ടിയിൽ തന്നെ കുറിയൊക്കെ തൊടാം. ഒരു ചെടി എടുത്ത് തലയിൽ വെച്ച് കൊടുത്തു. ഒരു ഭംഗിക്ക് എന്താ കൊമ്പും ചില്ലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ചതച്ച് കൊടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് കുറി തൊട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കളറ് വന്നില്ല കേട്ടാ. ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ എനിക്കത് എന്ത് പച്ചനിറം വരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായി ചതയ്ക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതാ നമുക്കെന്നാ കൊറിയർ ഞാൻ പൊളിക്കാട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ സാധനങ്ങൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. നമ്മളെ സൈറ്റിൽ ആദ്യം വന്ന മോഡലുകൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് നമ്മളിതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തൊട്ടാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമ്മൾ നോക്കുകയാണ്. കളറൊക്കെ റെഡി അല്ലേ, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് തന്നെയല്ലേ എത്തിയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും തന്നെയാണ് ഇരുന്നിട്ട് ഫുള്ളും പുറത്തേക്ക് എടുത്തിടുന്നത്. എനിക്കെന്നെ വലിച്ചിടാൻ ഭയങ്കര ഇഷ്ടാട്ടാ. ഓയ് അച്ഛനും ഞാനും കൂടിയിട്ട് തന്നെയാണ് ഒക്കെ പുറത്തേക്ക് ഇടുന്നിട്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാട്ടോ. കാരണം നമ്മളൊരു വിജയമാണ്. കാരണം നമ്മൾ ഇറക്കിയ മോഡലുകൾ വീണ്ടും 1ഉം 2ഉം വട്ടമൊക്കെ റീസ്റ്റോക്ക് ഇറക്കുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. ഞാൻ ആ സന്തോഷത്തിലാണ് ഏട്ടനോട് സ്റ്റോറൊക്കെ എടുക്കാൻ പറഞ്ഞു. കാരണം ഒരുപാട് പേര് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചപ്പോൾ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുമ്പോൾ റീസ്റ്റോക്ക് വരുമ്പോൾ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇടായിരുന്നു. സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് അറിയിക്കുക. എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ വെച്ചാൽ പറ്റില്ലല്ലോ, ഒരുപാട് മെസ്സേജുകൾ വരുന്നല്ലേ. നമ്മൾ കൂടുതൽ റീസ്റ്റോക്ക് വരുമ്പോൾ സ്റ്റോറി ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ അപ്ഡേഷൻ കൊടുക്കാറ്. ഏട്ടനിക്ക് അതിൻ്റെ വീഡിയോസ് എടുത്ത് തരിക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കയറാത്തവരെല്ലാവരും കയറി ചെക്ക് ചെയ്യുക. പുതിയ പുതിയ മോഡലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ വലിച്ചിട്ട് സൈഡിലൊക്കെ ഒതുക്കി വെക്കണ്ടേ, ആ പണിയിലാണ്. എല്ലാവരും പോകും ഇപ്പോൾ. പിന്നെ ഞാൻ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഒതുക്കണം. ഞാനാണല്ലോ വലിച്ചിട്ട്, അപ്പം ഞാൻ തന്നെ ഒതുക്കണം എന്നുള്ള മൈൻഡ് കൊണ്ടായിരിക്കും ഇവരെല്ലാവരും പോയി. ഞാനതൊക്കെ ഇരുന്ന് സെറ്റാക്കി ഒതുക്കി ഓരോന്നും മാറ്റി വെക്കുന്നുണ്ട്, ഓരോരോ കളറുകൾ. അത് കഴിഞ്ഞപ്പോൾ താങ്ങി നമ്മൾ കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടുകളുടെ വീഡിയോസ് ഒക്കെ എടുക്കുക. ആദ്യം നമ്മൾ കൊറിയർ എല്ലാം പാക്ക് ചെയ്യും. നമ്മൾ ഡെയിലി സൺഡേ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൊറിയർ പാക്ക് ചെയ്തിട്ട് അയക്കാറുണ്ട്. നമുക്ക് എത്ര കൊറിയറാണോ വന്നത് ഫുള്ള് നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. ഒരു പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വരയ്ക്ക് ബുക്കിംഗ് വന്നാൽ അതടക്കം നമ്മൾ അപ്പം പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. കാരണം നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് അവർക്ക് നമ്മളുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പം അത് പെട്ടെന്ന് തന്നെ അവരതിൽ എത്തിക്കണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് മാക്സിമം ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ എല്ലാ കൊറിയർ അയക്കുക. പിന്നെ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് റിട്ടേൺ എത്താനുള്ള 2 ദിവസം ടൈമൊക്കെയാണ് പിടിക്കുക. എന്നാലും നമ്മൾ അവരോട് പറയും കേട്ടോ, ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ ഐറ്റംസ് എല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റ് ആക്കുകയാണ്. ഇത് ഫസ്റ്റത്തെ ട്രിപ്പാട്ട്. ഇനി സെക്കൻഡ് സാരി നമ്മൾ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് കൊറിയർ അയക്കാനുള്ളത് നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് പാക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തെറ്റണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കിൽ ഇരുന്നിട്ടൊക്കെ എഴുതി ഒക്കെ തിട്ടപ്പെടുത്തി മാറ്റി വയ്ക്കുന്നുണ്ട്. ബുക്കിൻ്റെ ഫുൾ ഡ്യൂട്ടി എനിക്കാണ്, പ്രിൻ്റ് എടുക്കുന്ന ഡ്യൂട്ടി ഏട്ടനാണ്, പാക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി അച്ഛൻ്റെ അമ്മേടെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണികളാട്ടാ. ആദ്യം ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് എഴുതേണ്ട ഡ്യൂട്ടി അച്ഛന് കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ അച്ഛൻ ഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ഡ്യൂട്ടി എനിക്ക് തന്നെ റിട്ടേൺ കിട്ടി. അപ്പോൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണ ആൾ ഞാനാട്ടാ. അയ്യോ, അങ്ങനെ ഞാനിതൊക്കെ നോക്കിയിട്ട് ഞാനവർ പറയും വെയിറ്റ് ചെയ്യും, ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് തരുള്ളൂ, എനിക്കത് നോക്കണം ഇത് നോക്കണം എന്നിട്ട് ഞാൻ കുറേ ടൈം പോസ്റ്റൊക്കെ ആക്കും. അപ്പോഴാണ് അമ്മയൊന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കണേട്ടാ. എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ടിങ് കാരണം എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും. ഞാൻ 2-3 ചെക്ക് ചെയ്തിട്ടാണ് ഓരോ മോഡലും പാക്ക് ചെയ്യുക. പിന്നെ ഇതാ നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാനുള്ള സാരിക്ക് വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെ റീസ്റ്റോക്ക് ഇറക്കിയതാട്ടാ. പക്ഷെ ആദ്യം സ്റ്റോക്ക് വന്നപ്പോൾ എൻ്റെ ബ്ലൗസ് ഗ്രീൻ ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് ആ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്.
ഒരുപാട് പേര് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അയ്യോ എൻ്റെ ഉമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്, ഗ്രീനൊക്കെ ആകുമ്പോൾ ഉമ്മയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ. അപ്പോൾ അതായത് നമ്മൾ സെയിം കളറിൽ തന്നെയാണ് ഈ പ്രാവശ്യം ബ്ലൗസ് ഇറക്കിയിട്ടുള്ളത്. അടിപൊളി കട്ടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കുറച്ച് കട്ടിയുണ്ടായിരുന്നു, ഇത് ഒന്നുകൂടി കനം കുറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു പ്രാന്ത സത്യത്തിൽ. വേറെ ഏത് കളർ കണ്ടാലും എനിക്ക് ഇത്രയും പ്രാന്ത് തോന്നില്ല. ബ്ലാക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അങ്ങനെ നിങ്ങൾക്കും അങ്ങനത്തെ സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ബ്ലാക്കാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഈ മാല നമ്മൾ കൃപയിലത്തെയാണ്. നമ്മൾക്കിപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് പോലും എടുക്കാൻ ടൈം കിട്ടാറില്ല. കാരണം നമ്മൾ സാരികൾ സ്റ്റോക്ക് തന്നെ വരുന്നു, റീസ്റ്റോക്ക് ആണു, അത് തന്നെ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുന്നു, വീഡിയോ ഇടുന്നു, വീണ്ടും സ്റ്റോക്ക് ഇറക്കണം. അപ്പം ബിസിയാണ് മൊത്തത്തിൽ ആ ഒരു കാര്യത്തിൽ. അപ്പം നമുക്ക് ഓർണമെൻറ്റ്സ് ഇടാൻ ടൈം കിട്ടാറില്ല സത്യത്തിൽ. ഒരാളെ കാണിച്ചാൽ ഇവിടെ പരിപ്പൂട്ടുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. പക്ഷെ ഇത് ഞങ്ങളെ വികാര ഇത്ര ചോറ് മതില്ലേ, ഇങ്ങനെ ഫീൽ കിട്ടണം. ഇത് ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോഴേ ബൈ. ഓക്കെ, ഫസ്റ്റ് കഴിക്കട്ട് പിന്നെ പറ. ഞങ്ങള് പലിഞ്ഞി എന്നിട്ട് പറയാം, ചിലർക്ക് മീൻ മുട്ടയല്ല പറയാ. ഏട്ടെന്ത് പറയാ? പലിഞ്ഞിന്നുണ്ട്. ഞങ്ങള് എല്ലാരും പലിഞ്ഞി എന്നാ പറയാ. അത് ഈ ചട്ടിയിൽ ഇട്ട് തന്നെ ഉണ്ണണം. എന്നിട്ട് അപ്പോഴേ കഴിച്ചിട്ട് വരാട്ടോ. ഇല്ലാന്നുണ്ട് ഇവിടെ അടിയാവും. ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. കുഞ്ഞിനെ എടുക്കാൻ പോകട്ടെ. പിന്നെ എൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ശരിക്കും അമ്മ ഉള്ളപ്പോഴൊന്നും നമ്മൾ അത്രയ്ക്ക് അത് അറിഞ്ഞില്ല അല്ലേ. അമ്മ ഉള്ളപ്പോഴൊക്കെ നമ്മൾ തിരക്കായിരുന്നു, വീഡിയോ എടുക്കുക, പാക്ക് ചെയ്യുക, ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മയൊക്കെ പോയി നമ്മൾ മാത്രമായപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്കതിലാണേലും വിളിച്ചു നോക്കിയപ്പോഴാണെങ്കിലും ആൾ ചില ശീലക്കേടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷൻ കൂടി. ഇപ്പോൾ ആ ടൈമായി കൊണ്ടുവരാൻ പോവാട്ടാ. എന്താട്ടാ പറഞ്ഞേ? അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല, ഫുഡ് കഴിക്കാൻ തോന്നണില്ല. ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു കുറച്ച് പരിഞ്ഞും കൂട്ടിയിട്ട് ആകെ 2 പേര് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ചോറൊന്നും ഞങ്ങൾ ഉണ്ടിട്ടില്ല. രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ടുണ്ട്, തല അറിഞ്ഞിട്ടാണ് അതന്നെ കഴിച്ചത്. പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചില്ല. സ്കൂട്ടി ഉണ്ട് അടുത്തടുത്ത്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി നമ്മൾ കാത്തുമ്മ എടുത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ആളുറക്കാൻ തോന്നുന്നു. ഫോട്ടോ അയച്ചാൽ അവരെന്നെ എപ്പോഴും നോക്കുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടാ. കാത്തുമ്മ കളിക്കുന്ന കാണുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, പറകുകള് അപ്പൊ ഇതൊക്കെ എടുത്ത് നോക്കാം. അത് റിയേഷൻ എന്താന്ന് നമുക്ക് നോക്കി വെക്കാം. അയാളെത്ര കളിച്ചാലും നമ്മുടെ അടുത്ത് നിന്ന് നാളോട്ട് പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവും. പിന്നെ നാളെ ക്ലാസ് ഇല്ല, ഇനി തിങ്കള് പോകുമ്പോ ചില്ലറ വയസ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കതൊന്നുമില്ല. എന്റെ നേരത്തെ തള്ളിറങ്ങുന്നത് നിനക്കൊന്നുണ്ടാ? കുറച്ച് ദിവസം പിടിക്കൂടാ സ്റ്റാർട്ടിങ്ങിലേ. നോക്കാട്ടാ, എനിക്കാണ് എന്നാണോ കാത്തിന് കൂടുതൽ അറിയാതെ പറയാ. അവള് കരയില്ലാന്നല്ല, പക്ഷെ അവൾക്കത് അറിയാം. കരയുന്നതിന് ഞാനും പറഞ്ഞേ, പക്ഷെ വലിയ അലമ്പുണ്ടാവില്ലാന്ന് ഞാനും പറഞ്ഞു. നല്ല അലമ്പുണ്ടാവും. നമ്മളെ കൊടുക്കാനും കുടിക്കാണേലും പുതിയ സ്കൂളിലേക്ക് മാറിയിട്ട് അവരെ കാണാൻ പറ്റിയിട്ടില്ല. അവരും കാത്തും പോണ ടൈമൊക്കെ കാത്തുനാണ് നേരത്തെ അവർക്ക് പോകണം. അപ്പൊ അതിന്റെ ടൈം ഞാൻ തിരക്കില്ലായിരിക്കും. ഇപ്പൊ അവരതുകൊണ്ട് എന്നെ വിളിച്ചില്ല. ഇപ്പൊ അവര് എത്തിയിട്ടുണ്ടാവും. എത്തിയിട്ട് കാണുകയായിരിക്കും. 3 മണി നമുക്ക് ക്ലാസ് വിടും. കാത്തുമ്മക്ക് 4 മണിക്ക് നേരത്തെ കൊണ്ടുവരാട്ടാ.
എനിക്ക് ഭയങ്കര തലവേദനയൊക്കെയായിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നു. ടൈമായപ്പോൾ നമ്മൾ ഇറങ്ങിയതാ. എൻ്റെ അവസ്ഥ ഒന്നും അവിടുത്തെ അറിയില്ല. വീട്ടിലേക്ക് ഒന്ന് പോകണം. കാത്തുനെടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് റിട്ടേൺ വരാം. കാരണം കൊടുക്കുന്ന എല്ലാവരും പുതിയ സ്കൂളിൽ പോയതല്ലേ. സാധാരണ കാത്തുവിന് ക്ലാസ് ഇല്ലെങ്കിൽ കൊണ്ടാക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടായേനെ. അങ്ങനെ ആ ഒരു കാര്യത്തിന് പോലും ഞങ്ങൾ പോവാതെ വരാറില്ല. ചേർക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട്, കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടില്ല. ക്ലാസ്സിൽ ആക്കാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വിഷമം പോകണം. അപ്പം എന്തായാലും കാത്തുമ്മയുടെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ കാത്തുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. പോയ കളർ റിയേഷൻ എന്തായിരിക്കുന്നത് കണ്ട ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഞാൻ അടിയിടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നാ. പിന്നെ ഒന്ന് നോക്കടേ. ഭയങ്കര വിഷമത്തിന്റെ ആളാ. അതെ ഒന്ന് നോക്കടേ. അങ്ങനെ കാത്തുമ്മനൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കഫേ കയറി ഒരു ഒറ്റ സാൻഡ്വിച്ച് മേടിച്ചു. പക്ഷേ കാത്തുമ്മ തക്കാളി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടാ. ബാക്കി കഴിച്ച് ഞങ്ങളാണ് കേട്ടാ. നമ്മളെ അവരെ കാണാൻ പോകും. അവര് കൊണ്ടുകൊടുക്കണം. അവരെ കണ്ടിട്ട് ഇനി അവിടെ എന്താണ് അവസ്ഥ നോക്കാം. പുതിയ സ്കൂളായ സ്പെഷ്യലാണ് അവർക്ക് മൂന്നാൾക്കും. അമ്മേ ബസ്സിന്റെ ബാക്കിൽ ആനൊരു ഫോട്ടോ ഉണ്ട്. ആനയ കത്ത് ഡേക്കറിൽ പോണ്ടാ? ഇല്ല. ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? നല്ല ഫ്രണ്ട്സ് അല്ലേ? കാത്തുനെ കാണാതെ ഏത് വിഷമിച്ചു വിട്ടാ. വണ്ടി കഴുകിയ കുഞ്ഞ ഇതെന്തത് അപ്പഴ മേത്തൊക്കെ ആയില്ലോ. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. കുടുക്കോട് സ്കൂളിൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. അവിടെ മൂപ്പരോട് പിന്നെ നമുക്കൊന്നും ചോദിച്ചറിയില്ലല്ലോ. എന്താ വെച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ? മടിച്ചു വീടത്തറായിട്ടാ. അതാണ് അമ്മ എന്ന് വിളിച്ചിട്ട് എന്നിട്ട് സന്തോഷം.